ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു അഡീഷണൽ ഒരു ഡിസൈനുള്ളൊരു ക്ലോത്ത് വെച്ച് എങ്ങനെയാണ് നെക്ക് വളരെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആ ഡിസൈനർ ക്ലോത്തിന് മാച്ചായിട്ടുള്ള ലൈനിങ് അതൊരു 14 ഇഞ്ച് ഉള്ളൊരു ക്ലോത്ത് നമ്മളെടുത്ത് എന്നിട്ട് അത് ഇതുപോലെ ആ ഫോൾഡ് ചെയ്ത രണ്ട് വശം ടോപ്പിൻ്റെ ആ വശവും മറ്റേ ലൈനിങ്ങിൻ്റെ വശവും കൂടെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ആം ഹോളിൻ്റെ അത്രയും ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പം ഇതിനകത്ത് ഈ വരയ്ക്കുന്നത് എത്ര നീറ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഈ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് ഈ മാർക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഇതിനകത്ത് നമുക്കത് വ്യക്തമായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഇതിലൂടെ നമുക്ക് ഫസ്റ്റ് ആം ഹോളിൻ്റെ ഇത്രയും വശം കട്ട് ചെയ്തിട്ട് പിന്നെ മറ്റേ വരച്ചേക്കുന്ന കർവ് പോലെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതാക്കിയേക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പം ഫോൾഡ് ചെയ്തിട്ട് വരുമ്പോൾ ഒരു വശത്ത് ഇങ്ങനെ ഡിസൈൻ അന്നേരം നമ്മളത് ചെയ്ത് വരുമ്പോൾ അങ്ങനെ കിട്ടും. ഇത് നിവർത്തി ഇട്ടിട്ട് കാണിച്ച് തരാം. അപ്പോൾ ഇതന്നേരം ലൈനിങ് ആണ്, ഈ കട്ട് ചെയ്തേക്കുന്ന ലൈനിങ് ആണ്. ഇനി നമുക്ക് ഇതിന് മാച്ചായിട്ടുള്ള ഡിസൈനുള്ള തുണി നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളതിന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന തുണി. എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഈ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ലൈനിങ് കട്ട് ചെയ്തതുപോലെ മറ്റേതും, അതായത് നമുക്ക് മെയിൻ പീസ്, അതായത് ഈ ഡിസൈനുള്ള ഈ പീസും അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഒരു ചെറിയ ചാനലാണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അന്നേരം ലൈനിങ്ങും ഈ ഡിസൈനുള്ള ഈ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കന്നേരം ഇനി ഈ ടോപ്പിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈനിങ്ങും ഈ മെയിൻ തുണിയും കൂടെ നമ്മൾ മൊത്തത്തിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ഡിസൈനുള്ള ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക, ലൈനിങ്ങിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ ചെയ്യാം. സാവകാശം ചെയ്താൽ മതി. ഈ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചുരിദാറിനെ എങ്ങനെ നമുക്കൊരു ഡിസൈനർ ടോപ്പ് പോലെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം വളരെ സാവകാശം ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിന് പുറത്തോട്ട്, അതായത് ഈ ലൈനിങ്ങിന് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മെയിൻ പീസിൽ വെച്ച് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മെയിൻ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഈ ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നമുക്ക് ഈ മറ്റേ ലൈനിങ് അറ്റാച്ച് ചെയ്തതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ മൊത്തത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിൻ ചെയ്യുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ആ ക്ലോത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇനി നമുക്കിതിൻ്റെ നെക്കും കൂടെ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ വർക്ക് കഴിയും. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് 1.5 ഇഞ്ച് നീളമുള്ള ക്രോസ് പീസ് എടുത്തിട്ട് അത് ഇതുപോലെ മടക്കി ഇതുപോലെ ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മടക്കി ഈ തയ്യൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ കാണിച്ചേക്കുന്നത് പോലെ ഇതുപോലെ ആ ഷേപ്പ് കിട്ടുന്നത് പോലെ നമ്മൾ അത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കരുത്. അത് ഇതുപോലെയുള്ള ഷേപ്പൊക്കെ വരുന്നത്, അതായത് കർവ് പോലെ വരുന്നിടത്ത് നമുക്കത് വൃത്തിയായിട്ടത് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് നമ്മൾ ക്രോസ് പീസാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളത് ഒന്ന് തിരിച്ചങ്ങോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയുടെ ക്ലാരിറ്റിയിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക. സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. ഇത് ചെയ്തേക്കുന്നത് നൈറ്റി പീസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് വൃത്തിയായിട്ട് ആ അടിവശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് അന്നേരം ഒരു പേപ്പർ ക്യാൻവാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് അകലവും 6 ഇഞ്ച് ഇറക്കവും കൊടുത്ത് നമുക്കിതിനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ. എന്നിട്ട് നമുക്കിതിന് സിമ്പിളായിട്ടുള്ളൊരു യൂനെക്ക് കൊടുക്കാം. യൂനെക്ക് കൊടുത്തതിന് ശേഷം അത് വരച്ചതിന് ശേഷം ഈ ആ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം, അപ്പോൾ ഇതന്നേരം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളന്നേരം ക്യാൻവാസ് ഇതിൻ്റെ ഒരു വേസ്റ്റ് തുണിയിലേക്ക് നമ്മൾ വെച്ച് അത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അകലമൊന്നും മാറിപ്പോവാതെ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. അപ്പം അങ്ങനെ കിട്ടുന്ന രീതിയിലാണ് നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവാസും ഈ ക്ലോത്തും കൂടെ ഫസ്റ്റ് ആദ്യമേ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചിലർ അയൺ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അയൺ ചെയ്യുന്നില്ല, അല്ലാതെ സാധാരണ ഇതിനകത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ചിന്
തുണി നിർത്തിയതിന് ശേഷം ബാക്കി ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ അരിക് ഫോൾഡ് ചെയ്ത് വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളന്നേരം ഇതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയരുത്. അത് നമുക്ക് നെക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും മെയിൻ തുണിയുടെ സെൻറ്ററും കൂടെ ഒരുപോലെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്യാം. എപ്പോഴും പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. എത്ര പെർഫെക്റ്റായിട്ട് തയ്ക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിൻ ചെയ്തിട്ട് ചെയ്യുമ്പം തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോകത്തില്ല. എന്നിട്ട് ക്യാൻവാസിൻ്റെ എഡ്ജിലൂടെ വേണം തയ്ക്കാൻ. ക്യാൻവാസിൽ കയറരുത് സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് എന്നിട്ട് നമുക്ക് പിൻ ഊരിയതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഈ നെക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. അത് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് അതുപോലെ നമുക്കത് കിട്ടും. എന്നിട്ട് നമ്മളിനി ആ പീസ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അകത്തോട്ട് ഇടുക. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ടോപ്പിൻ്റെ തന്നെ ഒരു പീസാണ് ഇതിനകത്ത് ക്യാൻവാസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്നിട്ട് നമുക്കൊരു ചെറിയ പൈപ്പിങ് പോലെ ചെയ്തെടുക്കാം. ഈ കാണിച്ചേക്കുന്നത് പോലെ. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിലും വൃത്തിയുണ്ട്. അപ്പോൾ നമുക്കന്നേരം ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പൈപ്പിങ് പോലെ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. കണ്ടോ, അപ്പോൾ ഏറ്റവും ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്